LPG ക്ഷാമത്തെ തുടർന്ന് കോഴിക്കോട്ടെ പൊതു ശ്മശാനം അടച്ചു. കോർപ്പറേഷനു കീഴിലെ സ്മൃതി പഥമാണ് അടച്ചത്. 4 മൃതദേഹങ്ങൾ സംസ്കരിക്കാനാകാതെ തിരിച്ചയച്ചു. നിലവിൽ കോഴിക്കോട് നഗരത്തിലും LPGയുടെ ലഭ്യത അത് വളരെ കുറഞ്ഞിരിക്കുന്നു. പല ഹോട്ടലുകളിലും അടച്ചുപൂട്ടി. അതിന് തൊട്ടു പിന്നാലെയാണ് കോഴിക്കോട് കോർപ്പറേഷന് കീഴിലുള്ള പൊതു ശ്മശാനമാണ് ഈ സ്മൃതിപഥം എന്ന് പറയുന്നത്. ആ സ്മൃതിപഥം പോലും ഇന്നലെ പ്രവർത്തനം നിലയ്ക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് വൈകിട്ടോടെ 4 മൃതദേഹങ്ങളാണ് ഇവിടെ സംസ്കരിക്കാനായി എത്തിച്ചിരുന്നത്. ആ 4 മൃതദേഹങ്ങളും തിരിച്ചയക്കുന്ന ഒരു സമീപനമാണ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അവർ പറയുന്നത് കൃത്യമായി LPG ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ വാതകം ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വാതക ശ്മശാനത്തിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കാനാവില്ല, അവിടെ സംസ്കരിക്കാനാകില്ല എന്നൊരു തീരുമാനമാണ് അവർ പറഞ്ഞത്. വൈദ്യുത ചൂളയും ഒപ്പം തന്നെ LPG വാതക ചൂളയും അങ്ങനെ ഉൾപ്പെടെ ഒരേ സമയം പ്രവർത്തിപ്പിക്കുന്ന 7 ചൂളകളാണ് ഉണ്ടായിരുന്നത്. നിലവിൽ വൈദ്യുതി ശ്മശാനത്തിൽ മാത്രമാണ് ഈ പ്രവർത്തനം നടത്തുന്നത്.